വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന എൻ്റെ ഒരു ഫേവററ്റ് പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഉണ്ണിയപ്പം. സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ അരിമാവ് അരച്ച് ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് കുറച്ച് നേരം വെച്ച ശേഷമാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണുന്നത്. കണ്ടു നോക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഈ ബൗളിലേക്ക് ആദ്യം 2 പഴം, പാളയംകോടൻ പഴമാണ് നല്ലത്. ഏറ്റവും പഴുത്ത പഴം ഉപയോഗിക്കുക. നന്നായിട്ട് പഴുത്ത പഴം യൂസ് ചെയ്യുക. അപ്പം 2 ചെറിയ പാളയംകോടൻ പഴമാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. മിക്സിയിൽ വേണമെങ്കിൽ ഒന്ന് അടിച്ചെടുക്കാം സ്മൂത്ത് ആവാനായിട്ട്. നല്ല പേസ്റ്റ് പോലെ ആവണം. പാളയംകോടൻ കയ്യിലില്ലെങ്കിൽ നമുക്ക് പൂവൻപഴമോ ഞാലിപ്പൂവനൊക്കെ യൂസ് ചെയ്യാം. എന്നാലും പാളയംകോടനാണ് ഇച്ചിരി ടേസ്റ്റ് വൈസ് നല്ലത്. ചെറിയൊരു പുളിയൊക്കെ ഉള്ളതുകൊണ്ട് ഉണ്ണിയപ്പത്തിന് ഏറ്റവും ബെസ്റ്റ് പാളയംകോടൻ. ഇനി ഈ സെയിം പഴത്തിൻ്റെ മിക്സ്ചറിലേക്ക് അരിപ്പൊടി 1/2 കപ്പ് അരിപ്പൊടി ഇടാം. ഇത് ഫൈനായിട്ടുള്ള അരിപ്പൊടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടി. ഗോതമ്പ് പൊടി, അരിപ്പൊടിയുടെ നേരെ പകുതി 1/4 കപ്പ് ഗോതമ്പ് പൊടി. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതിന് നല്ല മയം കിട്ടാനായിട്ടാണ് ഗോതമ്പ് പൊടി യൂസ് ചെയ്യുന്നത്. അതിലേക്ക് റവ 1.5 ടേബിൾ സ്പൂൺ റവ, നല്ലൊരു ക്രിസ്പ്നെസ് കിട്ടാനായിട്ടാണ് റവ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഏലക്കാപ്പൊടി ഞാൻ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ ആണെങ്കിലും മതി. ഉപ്പ് 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ശർക്കര, ഞാൻ 200 ഗ്രാം ശർക്കര കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്ത് അത് തിക്കാക്കി എടുത്തേക്കുന്നതാണ്. അതും ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ശർക്കര ചേർക്കുമ്പോൾ അവരവരുടെ മധുരത്തിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് ചേർക്കാം. 150 തൊട്ട് 200 ഗ്രാം വരെ ചേർക്കാം. നല്ലതായിട്ട് മധുരം വേണമെങ്കിൽ 200 ഗ്രാം വരെ ചേർക്കാം, അല്ലെങ്കിൽ 150 ഗ്രാംസ് മതിയാവും. അത് മിക്സ് ചെയ്യുക. ഉണ്ണിയപ്പം നമ്മൾ ഒരുപാട് തിക്കായിട്ട് പറ്റത്തില്ല, ഇച്ചിരി ഒരു ബാറ്റർ കൺസിസ്റ്റൻസി വരണം. അപ്പോൾ അതിനാവശ്യത്തിന് വെള്ളം ചേർക്കാം. കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം കൂടിപ്പോയാൽ എണ്ണ വല്ലാണ്ട് കുടിക്കും. അപ്പോൾ അത് കണക്കാക്കി കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കുക. കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യാനായിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് പറയാത്തത് ഓരോ അരിപ്പൊടി അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും. അത് ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വെള്ളം ആഡ് ചെയ്യുക. എപ്പോഴും വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഗ്രാജുവലി ആഡ് ചെയ്യണം. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഗ്രാജുവലി ആഡ് ചെയ്യാം. ഓക്കെ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇപ്പോൾ ഞാൻ നിർത്തുകയാണ്. ഈ ഒരു അയവിലാണ്. ഇച്ചിരി ഡൈല്യൂട്ട് ചെയ്യേണ്ടി വരും. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ചൂടാക്കാം. ഉണ്ണിയപ്പത്തിന് നല്ല ഫ്ലേവർ കൊടുക്കുന്നതാണ് തേങ്ങാക്കൊത്ത്. ഇടയ്ക്കിടയ്ക്ക് ഒരു ബൈറ്റ് കിട്ടുന്നതല്ല. അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യിലേക്ക് ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ, 1-1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ചൂടായി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ, ഞാൻ 3 ടേബിൾ സ്പൂണാണ് ഇടുന്നത്, തേങ്ങാക്കൊത്ത്. നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി, നല്ല നെയ്യുടെ മണവും. ഈ ഒരു മിക്സ്ചർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഈ ബാറ്റർ തിക്കാവാം. അങ്ങനെയാണെങ്കിൽ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുമ്പോഴും തിക്കാവും. അരിപ്പൊടിയാണല്ലോ, അത് വെള്ളം കുതിർന്ന് ഇതാവും, തിക്കാവും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഇതിനകത്തേക്ക് ബേക്കിംഗ് സോഡ ഇടണം.
ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഉണ്ടാക്കാൻ തുടങ്ങാം. അടുത്തായിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഉണ്ണിയപ്പം ചട്ടി ഹീറ്റ് ചെയ്യാം. ഉണ്ണിയപ്പത്തിന് എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ നല്ലത് കോക്കനട്ട് ഓയിലാണ്. കുറച്ച് നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കാം. എണ്ണ ചൂടായി കുറേശ്ശെ ബാറ്റർ ഓരോ കുഴിയിലൊഴിച്ച് ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ടേൺ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിലേക്ക് ഇടുക കേട്ടോ. ലോ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരുപാട് എണ്ണ കുടിക്കും. ഒരു മീഡിയം ഹീറ്റിലിടുക. ഉണ്ണിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഇത് ബാംബൂ സ്ക്യൂവേഴ്സ് ആണ്. അതിന് പകരം ഈർക്കിലിയോ അല്ലെങ്കിൽ പപ്പട കമ്പിയോ ഒക്കെ യൂസ് ചെയ്യാം. ഇതേപോലെ ബാക്കിയുള്ള ഉണ്ണിയപ്പം കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് വേവാണ്ട് വരും ഉണ്ണിയപ്പത്തിൻ്റെ നടുക്ക് ഭാഗം. അപ്പം അതുകൊണ്ട് എപ്പോഴും മീഡിയം ഫ്ലെയിമിലിടുക. മീഡിയം ലോ, ഇടയ്ക്കൊന്ന് ലോ ആക്കുക. ഒരുപാട് നേരം ലോ ഫ്ലെയിമിലിട്ടാലും എണ്ണ വല്ലാണ്ട് കുടിക്കും. ഇതും ഗോൾഡൻ ബ്രൗൺ ആയി രണ്ട് സൈഡും എടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള ഉണ്ണിയപ്പം ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഉണ്ണിയപ്പവും ഫ്രൈ ചെയ്തെടുത്തു. ഇത് ചെറിയൊരു ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കി. ഏകദേശം ഒരു 35-40 ഉണ്ണിയപ്പം ഉണ്ടാവും ഈ ഒരു അളവിൽ. ഈ ചെറിയ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് നല്ല മണമാണ്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് പുറത്ത് നല്ലൊരു ക്രസ്റ്റി ആയിരിക്കും, ഇച്ചിരി ക്രിസ്പായിരിക്കും, അകം നല്ല സോഫ്റ്റും ആയിരിക്കും. അങ്ങനെ നമുക്ക് വേണ്ടേ വേണ്ട നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്, നല്ല സോഫ്റ്റാണ് അകം. ഇത് ചൂടോടെ സെർവ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത്, നല്ല ചൂടോടെ സെർവ് ചെയ്യുന്നത് നല്ലത്. പിന്നെ ഇതിൻ്റെ നമ്മൾ ശർക്കരപ്പാൻ ഞാനൊരു 200 ഗ്രാം ശർക്കരയാണ് ഉപയോഗിച്ചത്. അതിൻ്റെ ശർക്കര ഉരുക്കുന്ന രീതി കാണണമെങ്കിൽ അത് നമ്മുടെ അടയുടെ റെസിപ്പിക്കകത്ത് ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വാച്ച് ചെയ്യുക. അല്ലെങ്കിൽ 200 ഗ്രാം ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് പാനിയാക്കി എടുത്ത് ഇതേപോലെ ഇപ്പോൾ ചെയ്ത പോലെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.